കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിക്കൊപ്പം കൈകോർത്ത് എം.കെ. മുനീർ എം.എൽ.എ. എം.കെ. മുനീർ ചെയർമാനായ അമാന എംബ്രേസ് പദ്ധതിയുടെ ഗവേണിംഗ് ബോഡി അംഗങ്ങളിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അബുലൈസും. 2017 കൊഫപോസ കേസ് പ്രകാരം ജയിലിലായിരുന്നു അബുലൈസ്. കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും തൊഴിൽ തേടി ദുബായിലെത്തുന്നവർക്ക് 2 മാസം സൗജന്യ താമസം ഒരുക്കുന്ന പദ്ധതിയാണ് എം.കെ. മുനീർ എം.എൽ.എ. തയ്യാറാക്കിയത്. അമാന ഗോൾഡ് ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നാണ് മുനീറിന്റെ വിശദീകരണം. പ്രിയമുള്ളവരെ, ദുബായിലെ അമാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നതിനു വേണ്ടി അമാന എംബ്രേസ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്ത് ജോലി തേടി പോകുന്നവർക്ക് 2 മാസത്തെ താമസം സൗജന്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അമാന എംബ്രേസ് ആവശ്യമായ ക്രമീകരണമൊക്കെ അവിടെ നടത്തിക്കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള കെട്ടിടവും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവിടേക്ക് ആളുകൾ പോയാൽ അവർക്ക് താമസം ലഭ്യമാക്കുന്നതിന് വേണ്ടി കൊടുവള്ളിയിലെ എം.എൽ.എ. ഓഫീസിൽ ഒരു ഫോം വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ പദ്ധതിയിലെ ഗവേണിംഗ് ബോഡി അംഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കൊഫപോസ പ്രകാരം ശിക്ഷിച്ച അബുലൈസാണ് പ്രധാന സംഘാടകൻ. 2013 മുതൽ കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തിയ കേസിൽ എയർ ഹോസ്റ്റസ് അറസ്റ്റിലായിരുന്നു. ഈ കേസിലെ മുഖ്യപ്രതിയാണ് അബുലൈസ്. ഒളിവിൽ പോയ അബുലൈസിനെ 2017 അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളിയിലെ സജീവ ലീഗ് പ്രവർത്തകൻ കൂടിയാണ് അബുലൈസ്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിമാനത്താവളങ്ങൾ വഴി സ്വർണം കടത്തുന്ന സംഘത്തിന്റെ പ്രധാന നേതാവിനെ തന്നെ ലീഗ് നേതാവിന്റെ പദ്ധതിയുടെ മുഖ്യ സംഘാടകനായി നിയമിച്ചത് ഏറെ ദുരൂഹതകൾക്ക് ഇടയാക്കുന്നു. മുതിർന്ന ലീഗ് നേതാവും എം.എൽ.എയുമായ എം.കെ. മുനീർ ചെയർമാനായ പദ്ധതിയുടെ മുഖ്യ സംഘാടകനായാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി എത്തുന്നത്. ഇക്കാര്യത്തിൽ ലീഗ് നേതൃത്വവും എം.കെ. മുനീറും എന്ത് മറുപടി പറയുമെന്ന് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് നിന്നും പി.വി. കുട്ടൻ.